കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങും. ഇന്ന് ഉച്ചയോടെ ചിക്കമംഗളൂർ കളക്ടർക്ക് മുന്നിലാണ് കീഴടങ്ങുക. കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളിൽ മലയാളിയായ ജിഷയും സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് കീഴടങ്ങൽ. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ പറയൂ. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചിക്കമംഗളൂർ കളക്ടറുടെ മുമ്പിൽ കീഴടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നിന്നാണ് കീഴടങ്ങുന്നതെന്നോ എന്തെങ്കിലും ഉപാധികൾ വെച്ചാണോ ഈ കീഴടങ്ങൽ എന്നതിനോ സംബന്ധിച്ച വ്യക്തതയില്ല. കീഴടങ്ങിയതിനു ശേഷം ഈ മാവോയിസ്റ്റ് ഭീകരർ ഒരു പ്രസ്താവന നടത്തുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കീഴടങ്ങുന്നത്, കീഴടങ്ങാനിടയാക്കിയ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച ആ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. 2026 മാർച്ച് ആകുമ്പോഴേക്കും രാജ്യത്തെ ഭീകരവാദ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ രീതിയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ മാവോയിസ്റ്റ് ഭീകരർ സ്വന്തം കീഴടങ്ങുകയോ അല്ലെങ്കിൽ ഈ സായുധ സേനാ പ്രവർത്തനം അവസാനിപ്പിച്ച് പിന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയായിട്ട് വേണം ഈ കീഴടങ്ങൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ കീഴടങ്ങുന്ന 6 പേര് കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരരാണ്. നിരവധി കേസുകളൊക്കെ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലയാളിയായിട്ടുള്ള വയനാട് സ്വദേശിയായിട്ടുള്ള ജിഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കീഴടങ്ങലിന്റെ ഭാഗമായിട്ടുള്ള സംഘത്തിൽ ഉണ്ട്. ജിഷയ്ക്കെതിരെ 18 കേസുകളാണുള്ളത്. മറ്റൊരാൾ ലതയാണ്. 85 കേസുള്ള ലത കീഴടങ്ങുന്നുണ്ട്. സുന്ദരി കട്ടാരുരു ബെൽത്തങ്കടി എന്ന് പറയുന്ന മറ്റൊരു മാവോയിസ്റ്റ് ഭീകര 71 കേസുകളാണ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വനജാഷി മധുകരെ എന്ന് പറയുന്ന മറ്റൊരു ഭീകര അവർക്കെതിരെ 25 കേസുകളുണ്ട്. മാരപ്പെ അരൂട്ടി 50 കേസുകൾ, കെ വസന്ത് എന്നിങ്ങനെ 6 പേരാണ് ഇപ്പോൾ കീഴടങ്ങുക. നേരത്തെയൊക്കെ ഈ അവിടെയുള്ള കർണാടകയിലുള്ള സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസ് എന്ന് പറയുന്ന സംഘടന ഈ മാവോയിസ്റ്റ് ഭീകരർക്ക് ആയിട്ട് ചർച്ച നടത്തുകയും അവരുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് സർക്കാരിനും ഭീകരർക്കും ഇടയിലുള്ള ഇടനിലക്കാരായി അവർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ ഈ മാവോയിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കീഴടങ്ങൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയൊരു സായുധ പോരാട്ടം നടത്താൻ കഴിയില്ലെന്നും മുഖ്യധാരയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘടനയുമായിട്ട് മാവോയിസ്റ്റ് ഭീകരർ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്താണ്, കീഴടങ്ങാനിടയാക്കിയ സാഹചര്യം, മറ്റ് മുന്നിലേക്കുള്ള ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഈ 12 മണിക്കൂർ നടത്തുന്ന ഈ പ്രസ്താവനയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.